ഞങ്ങളുടെ ചെറുപ്പത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. ഹായ് ഗൈസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് ഐഡിയാസ്, ഞങ്ങളെ കുറച്ച് തോട്ട്സ് എല്ലാം കൂടെ വന്നു. അപ്പൊ അതൊക്കെ പാട് വെച്ചിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും, അന്നത്തെ കുറെ ജോലിച്ചു പഠിച്ച കുറെ കാര്യങ്ങളും നമ്മളിപ്പോ ചായ പിടിക്കാൻ പോയപ്പോ ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളും ഒക്കെ പാടെ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾ പലരും പല പ്രാവശ്യം എന്താ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്കെല്ലാം കണക്ട് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യണേ. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ നിങ്ങളെ സംസാരിച്ചപ്പോൾ കൂടുതൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു കാര്യമാണ് എന്ത്, എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ സാധാരണ ഇന്നത്തെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് തോന്നാം. ഞങ്ങളുടെ ചെറുപ്പത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. അപ്പൊ എങ്ങനെ എന്താ പറയാ, ഞങ്ങളുടെ ചെറുപ്പത്തിൽ എങ്ങനെയാന്ന് വെച്ചാല് കൊച്ചു വന്നില്ലേ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, സംഭവം ഞാൻ പറഞ്ഞ സിദ്ധു ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് എന്തില്ല ശീലല്ല. സിദ്ധു ആദ്യം ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഐഡിയസ് ആയിട്ടുള്ള ടെൻഷനും വെപ്രാളൊക്കെയാണ് സിദ്ധുവിന്. പേര് വന്നതാ, ഇവന്റെ പേരാണ് സിദ്ധു. ഞാൻ അപ്പൊ അതാണ് പേര്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളെ സിദ്ധു ഇവിടെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതിന്റെ ടെൻഷൻ ഇങ്ങനെ കാണാൻ പറ്റും, മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞിട്ട് കൊച്ചു ടി വി ഇങ്ങനെ കൊച്ചു ടി വി വരുന്ന സമയത്ത് സൂര്യ ടിവിയിലൊക്കെ ആയത് ഇങ്ങനൊരു ചാനൽ വരുന്നുണ്ട്, ഇങ്ങനൊരു സാധനം വരുന്നുണ്ട്, കുറെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് തരും നാളെ തരും അങ്ങനെയൊക്കെ ആയിരുന്നു. വെയിറ്റിംഗ് ആയിരുന്നു ചാനൽ. അപ്പൊ ട്രെയിലർ പോലെ നമുക്ക് ഇട്ട് തന്നെ റിപ്പീറ്റ് ആയിട്ടോണ്ടിരിക്കും. നമ്മള് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു, ആ സാധനം ഈ ഡേറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഡേറ്റ് നമ്മൾ നോക്കിയാൽ ഇരിക്കും, ഈ സാധനം വന്നിട്ട് വേണം നമുക്ക് കാണാനൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വെയിറ്റ് ചെയ്ത് റിലീസ് ചെയ്യണതേ മുമ്പ് ഒരാഴ്ച മുമ്പ് ട്രെയിലർ പോലെ ഇറക്കും. എന്നിട്ട് 2 എപ്പിസോഡിൽ 6 10 ദിവസം രാവിലെ വന്നാൽ വരും. എന്നിട്ട് ഞങ്ങളുടെ ഏരിയ എന്നിട്ട് പിന്നെ ഡേറ്റിലാണ് ഈ സാധനം ശരിക്കും റിലീസ് ആയത്. അപ്പൊ നമുക്ക് എത്ര ഏജ് ഉണ്ടാവും, ഇതൊന്നും ആ ഒരു ടൈമിലൊക്കെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന ടൈമാണ്. അപ്പൊ അന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഡോറ, മറ്റേ സാധനങ്ങളൊക്കെ നമ്മള് പണ്ട് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ ഈ പറയുന്ന ഫോണില്ലാത്തതിനെ കൊണ്ട് തന്നെ എന്താണ് വല്ലാത്തൊരു ബൈ കറക്റ്റ് നമ്മള് കണ്ടെത്തിറങ്ങി കളിച്ച് കളി, ക്രിക്കറ്റ് കളി, പിന്നെ നമ്മള് കാട് കളി, മറ്റേ ഗോട്ടി കളി, ഇങ്ങനെ കളി, ഇങ്ങനെ പല പല കളികളി ഒക്കെ നമ്മള് കളിച്ചു കഴിഞ്ഞു. പിന്നെ അതേമാതിരി പല കാര്യങ്ങളും ഇന്ന് പലർക്കും മിസ്സായി പോയ പല കാര്യങ്ങളും നമ്മൾ അന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതായത് അന്നും ഇന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കൊരു സംഭവം ഇങ്ങനൊരു സംഭവം ചെയ്തപ്പോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ആ കാലത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ അന്ന് ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്ത് ഇന്നിപ്പോ അവർക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ അതായത് എനിക്ക് എങ്ങനെ എന്താ തോന്നിയിരിക്കുന്നത് വെച്ചാല് അപ്പൊ ക്യാമറ നോക്കണില്ല, അവളൊക്കെ പറഞ്ഞു നിനക്ക് തോന്നുന്ന എനിക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ചെക്കൻ ടെൻഷനാണ്, ചെക്കൻ കാര്യങ്ങൾ ഈ ക്യാമറ ഉടനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ക്യാമറ വെച്ചിരിക്കുമ്പോ ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് വേറെ ചെറുപ്പം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മള് ഓരോ റീൽസ് നോക്കി നമ്മളെ പക്ഷെ ആ സമയത്ത് നമ്മളെല്ലാവരും ചേർന്നിട്ട് കളിച്ചു, നമ്മളൊക്കെ സംഭവമൊക്കെ ഉണ്ടാക്കും. നമ്മുടെ മൈൻഡ് അങ്ങനെയായിരുന്നു, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ഒന്നും ആ മൈൻഡ് വേണ്ടില്ല. അപ്പൊ നമുക്കത് വാങ്ങിക്കാനുള്ള സംഭവങ്ങൾ നമുക്കില്ല, പൈസ കയ്യിൽ നമുക്കൊന്നുമില്ല. അപ്പൊ നമുക്കത് ഉണ്ടാക്കാനും നമുക്ക് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് അത്യാവശ്യം പൈസ ഉണ്ടായാൽ നമ്മളിപ്പോ ഉണ്ടാക്കാൻ ടൈമില്ല. അതാണ് സംഭവം. ഉണ്ടാക്കുന്ന വിചാരിച്ചാൽ ഇപ്പൊ നടക്കില്ല. അന്ന് നമ്മളല്ല ഇതിന് വേറെ രസം ഉണ്ടാക്കല് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാക്കുന്ന കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, അതായത് ഈ ഇപ്പൊ കോഴിമുട്ടയെ കൊണ്ട് കോഴീനെ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഈ പറയാ
ഇപ്പൊ ഈ പറയുന്ന ഈ തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെള്ളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി അത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ചെറിയൊരു ബൾബ് ഉണ്ട്, അത് ഈ 10 രൂപയുടെ ബാറ്ററിയുമായിട്ട് കത്തിച്ചാണ്ടല്ലോ. അതായത് LED box വാങ്ങിച്ചിട്ട് അതില് ബാറ്ററി രണ്ട് സൈഡിൽ ഈ സൈഡിൽ നമുക്ക് കത്തുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. ഒരു മിനി മോട്ടർ മേടിച്ചിട്ട് റിമോട്ട് കാർ മിനി മോട്ടർ എടുത്തിട്ട് ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനെ വേറെ ബാറ്ററി കത്തും. അപ്പൊ നമുക്ക് നമ്മള് വലിയ ആളായി ഇലക്ട്രോണിക്സ് അപ്പൊ എല്ലാരും പറയാം നമ്മൾ എന്തെങ്കിലും സയന്റിസ്റ്റ് ആവും, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിച്ചിരുന്നു എഞ്ചിനീയർ ആവും. ലൈറ്റിങ്ങനെ കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഇലക്ട്രോണിക്സ് പഠിച്ചു, ഇലക്ട്രോണിക്സ് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് സമയം ഉണ്ടായിരുന്നു, പക്ഷെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ഓരോ സാധനങ്ങളും വാങ്ങിക്കാണെങ്കിൽ. ഇപ്പൊ പിന്നെ കയ്യിൽ പൈസ വന്നപ്പോഴേക്കും സമയം പോയി. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. അപ്പോഴത്തെ സംഭവങ്ങൾ 10-20 കൊടുത്തൊന്നും വാങ്ങിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ നമുക്ക് അന്നത് എടുക്കാനും ഉണ്ടായിരുന്നില്ല, അവിടെ നമ്മൾ അത് ചെയ്യാനും നമ്മൾ വന്നിട്ടില്ല. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ അന്ന് നമുക്കൊരു സാധനത്തെ കുറിച്ച് അറിയാൻ നമുക്ക് ഭയങ്കര പണി. പുതിയൊരു ടെക്നോളജി വന്നാൽ പോലും അല്ലെങ്കിൽ പുതിയൊരു മാറ്റം വേണ്ടി വന്നാൽ പോലും അതൊക്കെ അറിയുന്നത് പറഞ്ഞാൽ കൊറോണന്റെ മുന്നേ വരെ ഏകദേശം പറയുകയാണെങ്കിൽ പലർക്കും ടെക്നിക്കലി ആളുകൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നും ആളുകൾക്ക് ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്നും മുന്നിൽ. പക്ഷെ നമ്മൾ അന്ന് അത്ര അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് കാണാം പല കാര്യങ്ങളും അല്ലേ. ഒരു പ്രൊജക്ടർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെ ഞങ്ങള് എന്റെ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന ബൾബ് എടുത്തു വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ സാധാ 15 ഒരു ബൾബില്ലേ മഞ്ഞ കളർ കത്തറ, ആ സാധനം നമുക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ല. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഇവന്റെ വീടിന്റെ ബാഗിൽ ആ ബൾബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല പോയിട്ട് അത് ഒഴിച്ചു വന്നിട്ട് ആ തല്ലി പൊളിച്ചിട്ട് ആ ബൾബ് എടുത്തിട്ട് നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഏറെ രസമായിരുന്നു. പക്ഷെ ആ പ്രൊജക്ട് സിനിമ ഉണ്ടെങ്കിലും പ്രേമം കണ്ടതായി. അതെ, അതിങ്ങനെ മങ്ങിട്ടിന്റെ പുറത്തേ കാണുള്ളൂ. ഇത് നമ്മൾ അടുത്ത് പോയി ഇരുന്നിട്ട് ആ സാരി ഇരുന്ന് കണ്ടാണ്. നല്ല രസമായിരുന്നു. ഇപ്പൊ ആരും അതിനൊന്നും നിക്കണില്ല സത്യം. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പോകും, പാടത്ത് പോകും, വെച്ച് അത് മാത്രല്ല മീൻ പിടിക്കാൻ തോട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ്. ഈ പാടത്തൊക്കെ വെള്ളം ചേർന്നില്ലല്ലേ അവിടെ മറ്റേ സംഭവം അങ്ങനത്തെ കുറെ വൈബ്. അപ്പൊ നമ്മള് മീൻ വളർത്താനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമുക്ക് അക്കൂറിയം വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ ചെറിയ പ്ലാസ്റ്റിക് ഡപ്പൊക്കെ ഉണ്ടല്ലോ, കുറച്ച് പൂക്കളും അത് അതില് രസം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ വീട് പണി നടക്കുന്ന സമയത്ത് ഈ ഒരു മീനെല്ലാം പാടെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് മീനെ ചത്തു പോയിട്ടുള്ള ഒരു അവസ്ഥ ചെയ്തിട്ടായിരുന്നു. അത് അതെങ്ങനെ വെച്ചാല് ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിരിക്കായിരുന്നു. അപ്പൊ രാവിലെ പോകുമ്പോ ഇവിടെ ഒന്നും വെയിലില്ല. അപ്പൊ എന്തായിട്ട് നമ്മള് പോയിട്ട് പുറത്താണ് കൊണ്ടുവച്ചു. പക്ഷെ വന്ന് നോക്കുമ്പോ ഒക്കെ ഫ്രൈ ആയിരിക്കും. കാരണം സംഭവം അവിടെ വെയിൽ കഴിഞ്ഞ സ്ഥലമായിരുന്നു. ഇതെല്ലാം ഉണങ്ങി ഉള്ളു തട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല പല എന്റെ പേരെന്തായിരുന്നു? കണ്ണാമ്പോട്ടെ എന്താണ് കല്ലാപ്പോട്ട കല്ലാപ്പോട്ട. അതിന്റെ ഒരു സാധനമായിരുന്നു. നല്ല രസമുള്ള സാധനങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ പിടിച്ചിട്ടാണ് നമ്മള് ഇങ്ങനെ നോക്കിയിരിക്കും. അതായത് നമ്മുടെ തക്കോരി ശരിയാ. ഭയങ്കര നല്ല രസമാണ് പരിപാടി. പക്ഷെ അന്ന് എല്ലാവർക്കും എന്താ പുറത്തിറങ്ങി കളിക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ പിന്നെ അങ്ങനെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു താല്പര്യമില്ല, അത് കാണുന്നില്ല. അപ്പൊ കുറെ പേര് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ കൂടുതലും എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കാൻ ആൾക്കാർ അല്ലേ. ഒരു ഫോൺ കിട്ടിയ അതിൽ ഇങ്ങനെ കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. റീൽസ് ഷോർട്സ് അങ്ങനെ കുറെ സംഭവം ഗെയിം കളിക്കുക. പുറത്തുള്ള ഗെയിമല്ല, ഫോണത്തിന്റെ എല്ലാ സംഭവം ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന് പോകുന്നത്. ആദ്യത്തെ ഒരു വഴി നമുക്ക് ഇപ്പൊ കിട്ടില്ല. അപ്പൊ ഇതേപോലെയൊക്കെയാണ് നമ്മളെ പല കാര്യങ്ങളും. പിന്നെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കുറച്ച് വീഡിയോസിൽ എന്ത് ചെയ്യും പറയണേ. ഇതേപോലത്തെ പുതിയ കണ്ടന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പോലത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണേ. ഓക്കെ, കമന്റ് ബൈ. കമന്റ്. ശരി, ഓക്കെ ബൈ.